വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ദശാംശം അല്ലേ, ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 34.5 ഇതിനെയാണ് നമ്മൾ ഡെസിമൽ അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? നമ്മളത് എടുത്തു പറഞ്ഞു. പോയിന്റ് കഴിഞ്ഞിട്ട് ദാണ്ട് ഇങ്ങോട്ടും പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് വൺസ്, ടെൻസ്, 100, 1000 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകും. ഒറ്റ 10, 100, 1000 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുമ്പോൾ 10th, 100th, ഇത്ത് വേണം കേട്ടോ. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 36.98.75.4 എന്ന് ഒന്നുകൂടെ പറയാൻ നിങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് പോയിന്റ് ആണിത്, അല്ലെങ്കിൽ ഡെസിമൽ. നമ്മൾ പാഠത്തിൻ്റെ ഒരു ഡെസിമൽ അല്ലെ ദശാംശമാണ്. അതാണ് ഇങ്ങോട്ട് ഇതുപോലെ നിങ്ങൾ ആരും ഒന്നും ഇട്ട് വെക്കരുത് കേട്ടോ, അറിയാൻ വേണ്ടിയാ. കാരണം ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. ഓക്കെ, ഇത് വൺസ്, ടെൻസ്, 100, 1000. എത്ര 1000? 3000. ഇനി അറിയാൻ വയ്യാത്തവർക്കുണ്ട് ഇങ്ങനെ എഴുതിയാലും മതി. 3000 പ്ലസ് വൺസ്, ടെൻസ്, 100. എത്ര 100? 600 പ്ലസ് വൺസ്, ടെൻസ്, 9 ടെൻസ് പ്ലസ് 8 വൺസ് 8 തന്നെ കേട്ടോ. പ്ലസ് ഇതെങ്ങനെ എഴുതുമെന്നറിയോ? 7 × 1/10 കേട്ടോ. 7 × 1/10 പ്ലസ് 5 × 1/100 പ്ലസ് 4 × 1/1000. ഇങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. ഓരോ പൂജ്യവും കൂടി 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 അങ്ങോട്ട് പോകും. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഡെസിമൽ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന കണ്ടോ. എല്ലാ സംഖ്യകളുടെയും അടിക്ക് ഇതിനെ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് 7/10 എന്ന് എഴുതാം, അതും ശരിയാ. 5/100 എന്ന് എഴുതിയാം, അതും ശരിയാ. 4/1000 എന്ന് എഴുതിയാലും ശരിയാവും നിങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ 7 × 1 7 ആണ്, 5 × 1 5 ആണ്, 4 × 1 4 ആണ്. ഇപ്പം മനസ്സിലായോ? മലയാളം മീഡിയക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിന് ഒറ്റ, 10, 100, 1000. 3 എന്ന് പറയുന്നത് 1000ൻ്റെ അല്ലേ, അപ്പോൾ 3000. 6 എന്ന് പറയുന്നത് 100, 600. പിന്നെ 9 എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ 90. 8 എന്ന് പറയുന്നത് 1. ഇങ്ങനെ എഴുതാം. ഇത് നമ്മൾ പഠിച്ചതാണ്, 1ാമത്തെ ലിങ്കിൽ പഠിച്ചതാണ് കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് എഴുതണേ. അപ്പോൾ നമ്മൾ വേർഡ്സിൽ എഴുതാൻ പറഞ്ഞാലും ഒക്കെ നമ്മളത് 1ാമത്തെ പാർട്ടി പറഞ്ഞതാണ്. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് അതായത് ഇവിടെ വരെ ഏകദേശം പേജ് നമ്പർ 68 ഇവിടെ വരെ ആയിരുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്തത്. ഇനി നോക്കിക്കേ, അതിൻ്റെ തൊട്ടത് അത് നമ്മൾ ടെസ്റ്റിലെ കണക്കിൽ തന്നെയാണ് ഈ ചെയ്തു പോകുന്നത് കേട്ടോ. നോക്കിക്കേ, 23 മീറ്റർ ആൻഡ് 40 സെൻറ്റിമീറ്റർ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളെപ്പോൾ ഇനിയുള്ള കണക്കിൻ്റെ പ്രത്യേകത എന്തോന്നറിയോ? 2 രീതിയിലായിരിക്കും. 43 ആണ് കേട്ടോ, 23 ആണ്. ഇനി അത് 23 മീറ്ററും 40 സെൻറ്റിമീറ്ററുമാണ്. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഇത് മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഇത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇനിയുള്ള ചോദ്യൻ്റെ എല്ലാം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണും കേട്ടോ. രണ്ടും ഒരേപോലെ തരത്തില്ല, രണ്ടും വ്യത്യസ്തമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഈ 2ാമത് കിടക്കുന്നതിന് നിങ്ങൾ ആ ഒരു ക്ലൂ അങ്ങ് പിടിച്ച്, ഈ 2ാമത് കിടക്കുന്നതിനെ 1ാമത് കിടക്കുന്നതിലോട്ട് അങ്ങ് മാറ്റുക കേട്ടോ. കൺവേർട്ട് ചെയ്യുക. മീറ്റർ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് അങ്ങ് മാറ്റുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ക്ലൂ ഓർമ്മയുണ്ടോ നിങ്ങളെ? ഈ 2ാമത് കിടക്കുന്നത് എന്ന് വെച്ചാൽ 23 മീറ്റർ 40 സെൻറ്റിമീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റിമീറ്ററിനെ എന്താക്കുക? മീറ്റർ ആക്കുക. നിങ്ങൾക്ക് ഇനി കിലോമീറ്റർ, കിലോഗ്രാം, കിലോമീറ്റർ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ 2ാമത് വരുന്നതിനെ എന്ത് ചെയ്യുക? ആദ്യത്തിലോട്ട് മാറ്റുക. ഇതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 20 മീറ്ററും 40 സെൻറ്റിമീറ്ററുമാണ്. ഇതിനെ നമ്മൾ എന്തോ എഴുതണം? അതായത് ഇവിടെ ഞാൻ മേളിൽ എഴുതിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അറിയണേ. 1 മീറ്റർ മലയാളം മീഡിയക്കാർക്ക് നോക്കണേ കുഞ്ഞുങ്ങളെ, മീറ്റർ എന്നാണ് കേട്ടോ. 1 മീറ്ററിനെ നമ്മൾ M എന്ന് പറയുന്നു. എക്വേഷൻ എല്ലാവർക്കും ഒരുപോലെ. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്നാൽ 10 മില്ലിമീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്ററാണ് കേട്ടോ. ഇതൊക്കെ അറിയണം. നമ്മുടെ സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 10 mm ആണ്. നിങ്ങളുടെ സ്കെയിലെടുത്ത് നോക്കാമെങ്കിൽ അതിനകത്തിലെ കുഞ്ഞു വര, നമ്മൾ മാത്സ് പഠിച്ചപ്പോൾ ഇത് മാത്സ് അല്ലേ, മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലേ, കുഞ്ഞു വരയുണ്ടല്ലോ. അങ്ങനെ 10 ചെറിയ കുഞ്ഞു വരകൾ ചേരുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ആവുന്നത് കേട്ടോ. നോക്കിയാൽ മതി. 1 മീറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലിമീറ്ററുമാണ് കേട്ടോ. ഈ 5 എണ്ണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എഴുതി വെച്ചാൽ നമുക്ക് മെഷർമെൻ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും 4 എണ്ണം നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്ററാണ്. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്ര ആവും നിങ്ങളെ? 1000 ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയാൽ മതി, ഗ്രാം
ഇവിടെ 1 കിലോമീറ്റർ ലാസ്റ്റിൽ വന്നേരം മീറ്റർ കേട്ടോ. ആ ഒരു ക്ലൂ ഉണ്ട് ഇനി എല്ലാം കൂടെ കേട്ടോ. പോട്ടെ, 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 ഗ്രാം, 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ. നമുക്ക് അങ്ങനെ പറയാനെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസ് ഒന്ന് അറിഞ്ഞ് വെച്ചിരിക്കണേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ മീറ്റർ 23 മീറ്ററാണ്. ഇപ്പോഴും 2 മീറ്റർ എന്നാ, 23 മീറ്ററാണ്. മറ്റേതോ 40 സെൻറ്റിമീറ്ററാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഏതാ 40 ആ 40നെ നമ്മൾ 100 കൊണ്ട്, അതായത് എന്താ 100 എന്ന് വെച്ചാൽ എന്താ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്നിപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ മീറ്ററും സെൻറ്റിമീറ്ററും അല്ലേ തന്നേക്കുന്നത്. അപ്പം 40/100 ആണ്. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ചോദ്യം 23 മീറ്ററും 40 സെൻറ്റിമീറ്ററുമാണ്. ഈ സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്തോ ആക്കണം? മീറ്ററാക്കി മാറ്റണം. അപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? 23 മീറ്റർ 40 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ, ഈ 40നെ നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്ത് 23ലോട്ട് മാറ്റണം. മനസ്സിലായോ? അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മേളിലും താഴെയും 0 വന്നാൽ ഒന്നും ആലോചിക്കേണ്ട, വെട്ടിക്കളഞ്ഞ കേട്ടോ. മേളിൽ 1 0 വെട്ടുന്നെങ്കിൽ താഴെ 1 0 വെട്ടാവൂ. മേളിൽ വേറെ 0 ഇല്ല, അതുകൊണ്ട് താഴത്തെ വെട്ടരുത് കേട്ടോ. മേളിൽ 1 0 ഉള്ളൂ, അതുകൊണ്ട് താഴെ. ഇവിടെ 0 ഇല്ലാത്തതുകൊണ്ട് ഈ 0 വെട്ടരുത്. അപ്പം നമുക്ക് 4/10 ഇവിടെ കിട്ടിയത്. 4/10. ഈ 4/10 നമ്മൾ ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 4/10നെ 4 അതുപോലെ എഴുതി, 1 0 ഉള്ളതുകൊണ്ട് 1 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റി. എന്തോ കിട്ടി നമുക്ക്? 0.4 മീറ്റർ കിട്ടി അല്ലേ? 0.4. അപ്പോൾ ഓൾറെഡി ഇവിടെ ആര് കിടപ്പുണ്ട്? 23 മീറ്റർ കിടപ്പുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ ആരും ഇവിടെ വന്നു? 0.4 കൂടി വന്നു. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ 23 മീറ്ററിന് ഇനി ഇവിടെ എഴുതണ്ട, 23.4 മീറ്റർ. ഇത് മനസ്സിലായോ? നമുക്കിത് ചെയ്യാമെങ്കിൽ എക്സർസൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് രണ്ടാമത് തരുന്ന, ഒന്നും കൂടി ഞാൻ പറയാം നിങ്ങളെ, നമുക്ക് രണ്ടാമത് തരുന്ന അതാണ്ട് ഇത് നോക്കണേ. അത് നമ്മുടെ ടെസ്റ്റിലെയാണ്. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാമാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. ഇതൊക്കെ അറിയണേ. 1 സെൻറ്റിമീറ്റർ എന്നാൽ 10 mm. അങ്ങനെയാണെങ്കിൽ 1/10 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 1 mm ആണ്. ഞാനിത് പറഞ്ഞങ്ങ് പോകുന്നെങ്കിലും നിങ്ങൾ ഇത് എഴുതിയെടുത്ത് പഠിച്ചോണം. അപ്പം നമ്മളോട് ചോദിക്കുക 3 mm എന്ന് വെച്ചാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? നമ്മളിപ്പോൾ 1/10 cm എന്ന് വെച്ചാൽ 1 mm എന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മളോട് ചോദിക്കുക 3 mm എന്ന് വെച്ചാൽ എത്ര സെൻറ്റിമീറ്ററാണ്? നമുക്കറിയാം 1 mm എന്ന് വെച്ചാൽ 1/10 ആണെങ്കിൽ 3 mm എന്ന് വെച്ചാൽ 3/10 അല്ലേ? 7 mm എന്ന് വെച്ചാൽ 7/10. ഈ mm എന്ന് കേൾക്കുമ്പോഴേ, മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 10ൻ്റെ കളികളാവും നിങ്ങളെ, 10 കേട്ടോ. 1/10 m എന്ന് കേൾക്കുമ്പോൾ മില്ലിമീറ്റർ എന്ന് നിങ്ങൾ കേൾക്കുമ്പോഴേ കേട്ടോ, m എന്ന് കേൾക്കും. മില്ലിമീറ്റർ എന്ന് കേൾക്കുമ്പോഴേ ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണം, 1/10 ആണ് കേട്ടോ. ഏതൊരു സംഖ്യ ചോദിച്ചാലും 10 കൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ഓർത്തോണം കേട്ടോ. ഇനി ഗ്രാമും കിലോഗ്രാമും ലിറ്ററും മില്ലി ലിറ്ററും ഒക്കെ 1000-ലാണ്. മീറ്റർ എപ്പോഴും 100-ലാണ്. ആ ക്ലൂ ഒക്കെ പഠിച്ചാൽ നമുക്ക് ഏത് കണക്ക് വന്നാലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നോക്കിയേ, ടെസ്റ്റിലെ ചോദ്യം 4 കിലോഗ്രാം 55 ഗ്രാം എന്നാണ്. നമുക്കൊരു സംഖ്യ, അതിനു മുമ്പേ നമുക്കൊന്ന് ചെയ്യാമെങ്കിൽ നോക്കിക്കേ. ഇപ്പം ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം 5 4/10 എന്ന് നമുക്ക് തരികയാണെങ്കിൽ കേട്ടോ, നമ്മൾ ഈ 5നെ അതുപോലെ അങ്ങ് എഴുതുക. മുകളിൽ തരുന്ന സംഖ്യയെ അപ്പുറത്തോട്ട് മാറ്റി എഴുതുക. ഈ എളുപ്പവഴിയാണ് കേട്ടോ. ലെഫ്റ്റിൽ കിടക്കുന്നതിനെ അതുപോലെ അങ്ങ് എഴുതുക. മുകളിൽ കിടക്കുന്ന വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ അതുപോലെ എഴുതുക. വരയ്ക്ക് താഴെ എത്ര 0 ഉണ്ടെന്ന് നോക്കുക. 1 0 ആണെങ്കിൽ 1 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമുക്കിനി അങ്ങോട്ട് കണക്ക് ചെയ്യണമെങ്കിൽ ഇതറിയണം. വേറെ ഒരെണ്ണം കൂടെ പറയാം. 16 12/100 എന്ന് ഞാൻ തരാം. 100 നമ്മൾ ലെഫ്റ്റിൽ കിടക്കുന്ന സംഖ്യയെ അതുപോലെ എഴുതുക. ഈ വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിന് ഇച്ചിരി അങ്ങോട്ട് നീക്കി എഴുതണം കേട്ടോ. കാരണം ഇവിടെ ആ പോയിന്റ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് എഴുതണം. ഇവിടെ 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ചോദ്യം, നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം നോക്കാം നമുക്ക്. 23 4/1000 എന്നൊരു ചോദ്യം കിടപ്പുണ്ട്.
കണ്ടോ, ഇങ്ങനൊരു ചോദ്യം പെട്ട് ഇല്ലയോ? ഒന്നും ആലോചിക്കേണ്ട കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും ഈ ലെഫ്റ്റിൽ കിടക്കുന്ന എന്ത് വലിയ സംഖ്യ ആയിക്കോട്ടെ, 1000, 10,000, ലക്ഷം, കോടി, 10 കോടി, ഏതോ ആയിക്കോട്ടെ, നമ്മൾ അതുപോലെ എഴുതി വെക്കുക. അതിപ്പോൾ 1 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, ഏത് സംഖ്യ വന്നാലും അതുപോലെ അങ്ങ് എഴുതി വെക്കുക. പിന്നെ നിങ്ങളുടെ ജോലി വരയ്ക്ക് മുകളിൽ കിടക്കുന്ന സംഖ്യ, നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വേണ്ടേ? വരയ്ക്ക് മുകളിൽ കിടക്കുന്ന സംഖ്യ എഴുതുമ്പോൾ എവിടായിരിക്കും ഈ 0 വരുന്നത്? നോക്കിയേ, 3 0 ഇവിടെ കിടക്കുന്നത്. അപ്പം 3 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം നമുക്കിവിടെ മേളിലേതാ ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ വരയ്ക്ക് ഇവിടെ 3 0 ആയതുകൊണ്ട് 3 സ്ഥാനം മാറ്റി കുത്തിടണം. പക്ഷേ ഇവിടെ നമുക്ക് വരയ്ക്ക് മേളിൽ ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 എണ്ണം വേണമെങ്കിൽ ഒരെണ്ണം ഉണ്ട്, വീണ്ടും ഒന്നുകൂടെ കൊടുത്തപ്പോൾ 2 ആയി, വീണ്ടും ഒന്നുകൂടെ കൊടുത്തപ്പോൾ 3 ആയി. മനസ്സിലായോ? 3 സ്ഥാനം മാറ്റി കുത്തിടണമെന്നാണ്. അപ്പം 3 സ്ഥാനം മാറ്റി ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരെണ്ണോടെ പറയാം. ഇപ്പോൾ 68 18/1000 എന്ന് കേട്ടോ, കണ്ടല്ലോ 18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് സംഖ്യയെ അതുപോലെ 68-നെ അതുപോലെ അങ്ങ് എഴുതുക. ഇനി നോക്കിക്കേ, 1 2 3 0 ഉണ്ട്. അപ്പം 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി വേണം കുത്തിടാൻ. നമുക്കിവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പോൾ ഇവിടെ 2 സംഖ്യ ഉണ്ട്. 1 2 എണ്ണം ഉണ്ട്. 1 2 3 എണ്ണം മാറ്റി കുത്തിടണം. 1 2 ഇപ്പോൾ എത്രയായി? 1 2 3 എണ്ണം. 3 എണ്ണം മാറ്റി, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ എക്സർസൈസ് പേജ് നമ്പർ 71-ൻ്റെ എക്സർസൈസ് നമുക്ക് ചെയ്യാം കേട്ടോ. മനസ്സിലാക്കി പോണേ. പേജ് നമ്പർ 71 നോക്കിക്കേ. 4 മീറ്റർ 30 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ പഠിച്ച രീതി വെച്ച് നമുക്കൊക്കെ 1 മീറ്ററുമാണ് 1 സെൻറ്റിമീറ്ററുമാണ്. ഇവിടെ ഒരെണ്ണം ഫ്രാക്ഷൻ ഫോം തന്നിട്ടുണ്ട് അല്ലേ? ഫ്രാക്ഷൻ ഫോം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? എന്താ ഭാഗങ്ങൾ അല്ലേ? ഫ്രാക്ഷണൽ ഫോംസ്, ഭാഗങ്ങൾ അല്ലേ? ഫ്രാക്ഷണൽ ഫോംസ് മലയാളം മീഡിയക്കാരും എഴുതിക്കണേ. ഡെസിമൽ ഫോമിലും തന്നിട്ടുണ്ട്, ദശാംശ രൂപത്തിൽ നമ്മൾ എഴുതണം, ഫ്രാക്ഷണലിലും എഴുതണം കേട്ടോ. ദശാംശം നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ അത് കിടപ്പുണ്ട്. ഫ്രാക്ഷണൽ ഫോമും ഡെസിമൽ ഫോമും ഇല്ലേ? ഭാഗിക്കാനും എഴുതണം, ഭാഗിക്കുന്നതും എഴുതണം, അതുപോലെ തന്നെ ദശാംശത്തിലും എഴുതണമെന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ്? 4 അതുപോലെ എഴുതുക, 30 അതുപോലെ എഴുതുക, ബൈ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഓർത്തോണേ. 100 സെൻറ്റിമീറ്ററും മീറ്ററും എന്ന് എപ്പോൾ കേട്ടാലും എന്തെഴുതണം? 100 വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോക്കിക്കേ, ഇതിനൊരു എളുപ്പവഴി ഉണ്ടോ നിങ്ങൾ? അതാണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു 4 30/100 ആണെന്ന്. മുമ്പ് പറഞ്ഞ രീതിയിൽ മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ നമുക്കതിനെ വെട്ടിക്കളയാം കേട്ടോ. മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ. ഇനി നോക്കിയേ, 10 3 അല്ലേ? ഈ 3/10 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയേ, മുകളിൽ തന്ന സംഖ്യ അതുപോലെ എഴുതുക, താഴെ ഒരു 0 അല്ലെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഇത്രയേ ഉള്ളൂ കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് സംഖ്യ അതുപോലെ എഴുതുക, 4 ആണ്. പിന്നെ ഇവിടെ നമുക്ക് എത്ര ആയിട്ടേ? 0.3 മനസ്സിലായോ? എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? നമ്മൾ ഈ രണ്ടാമത് കിടക്കുന്നതിനെ ഒന്നാമത് കിടക്കുന്നത് ആക്കുക. അതറിയണമെങ്കിൽ മീറ്ററും സെൻറ്റിമീറ്ററും 100 ആണെന്ന് ഓർത്തോണം കേട്ടോ. 100 വെച്ച് ഡിവൈഡ് ചെയ്യുക, മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക, ബാക്കി 3/10 വന്നിട്ട് ഇവിടെ. ഈ 4 എപ്പോഴും അതുപോലെ, ഫസ്റ്റ് സംഖ്യ എപ്പോഴും അതുപോലെ അങ്ങ് എഴുതിക്കോണം, അതിനൊരു മാറ്റവും ഇല്ല. രണ്ടാമത്തേനെയാണ് നമ്മൾ ഈ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 3/10 എന്ന് പറയുന്നത് താഴെ ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. അപ്പം നമുക്ക് മീറ്ററിൽ കിട്ടി. അതത്രയേ ഉള്ളൂ, 4.3 മീറ്റർ. അടുത്ത രണ്ടാമത്തത് 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ. 4 മീറ്ററും 3 സെൻറ്റിമീറ്ററും നോക്കണേ കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? മീറ്ററിനെ അതുപോലെ എഴുതി 4 മീറ്റർ അല്ലേ? പിന്നെ എത്ര? 3 സെൻറ്റിമീറ്ററാണ് അല്ലേ? അപ്പം മേളിൽ സെൻറ്റിമീറ്ററും മീറ്ററും ഒക്കെ വന്നു കഴിഞ്ഞാൽ 100 വെച്ചാണ്. ഓക്കെ, ഇവിടെ വെട്ടാൻ മേളിലും താഴെ ഒന്നുമില്ല. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ രീതി നോക്കിയേ, 2 0 താഴെ വന്നാൽ തന്നിരിക്കുന്ന സംഖ്യ, അതായത് ലെഫ്റ്റിൽ തരുന്ന ഏത് സംഖ്യയാണെങ്കിലും അത് അതുപോലെ അങ്ങ് എഴുതുക. അത് ഞാൻ അതുപോലെ എഴുതി. 4 ആണ് ഇവിടെ, പിന്നെ 4 ആണ്. ഇനി നോക്കിയേ, വരയ്ക്ക് മുകളിൽ തന്നതിനെ ഞാൻ എഴുതി 3 ആണ്. നോക്കിക്കേ, 100-ൽ 3 ആണ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാൻ 3/100 എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് നിങ്ങൾ റഫായിട്ട് അറിഞ്ഞിരിക്കാനായിട്ടോ ഞാൻ ഇത് എഴുതുന്നത്. നിങ്ങളത് എഴുതല്ലേ. 3/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3നെ നമ്മൾ അതുപോലെ എഴുതി, 2 0 താഴെ. അപ്പോൾ 2 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ. അപ്പോൾ 0.3 എന്നായിരുന്നേ. അപ്പോൾ നോക്കിയേ, 0.0 ഇങ്ങനെ വരുന്നത്.
എന്തുവാ? മീറ്ററാന്നേ. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത മൂന്നാമത്തത് 4 മീറ്റർ 3 mm. MM എന്ന് കേൾക്കുമ്പോഴേ മുമ്പ് നമ്മൾ പറഞ്ഞതല്ലേ MM, പക്ഷേ ഇവിടെ മീറ്ററാണ്. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. മീറ്ററിലോട്ട് മാറ്റാം, മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 4 മില്ലിമീറ്ററിനെ കേട്ടോ, മില്ലിമീറ്ററിനെ മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്, സെൻറ്റിമീറ്ററിലല്ലേ. സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോഴാണ് 10 വെച്ച് കേട്ടോ, 10 വെച്ച്. ഇവിടെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 4/3/1000 ആണ് വരുന്നത് കേട്ടോ. മുമ്പ് നമ്മൾ പഠിച്ചില്ലേ, മുമ്പ് ആ ബോക്സിൽ ഇട്ടതിലുണ്ടായിരുന്നോ നിങ്ങൾ? അത് 3/1000. ഇതൊക്കെ നല്ലപോലെ അറിയണം കേട്ടോ. ഒരു മോഡൽ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. 3/1000 മീറ്ററാണ്. അപ്പോൾ നോക്കിയേ, 3/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നെ നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ 3 പൂജ്യമുണ്ട്, അപ്പോൾ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റണം. 1 2 3 3 സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ അതുപോലെ എഴുതുക, 4 ആണ്. പിന്നെ ഇവിടെ കിട്ടിയതാ 0.003 മീറ്റർ. ഓക്കെ, അടുത്തത് 3 kg 200 ഗ്രാം 3 kg ആണ്. kg എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം 1000. അപ്പോൾ നമ്മൾ എഴുതാം 3 200/1000. kg ഗ്രാമും ഒക്കെ 1000 നമ്മൾ പഠിച്ചു. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്തോ ചെയ്യാം കുഞ്ഞുങ്ങളെ, ഇവിടെ ഒക്കെ 200/1000. നിങ്ങൾ താണ്ടി ഇതൊക്കെ അറിയാൻ വേണ്ടി തന്നിരിക്കുക കേട്ടോ. നിങ്ങളുടെ ആൻസറിനകത്ത് തന്നെ ഇതും മാത്രം എഴുതിയാൽ മതി. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. മേളിലും താഴെയും 0 വന്നാൽ വെട്ടാം. ഇവിടെ വെട്ടി, ഇതും വെട്ടി. ഇനി നോക്കിയേ, 2/10 ആണ് വന്നത്. 2/10 എന്ന് വെച്ചാൽ 2നെ അതുപോലെ എഴുതുക. ഇവിടെ ഒരു 0 ഉള്ളൂ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സംഖ്യ ഏതാ? 3a അതുപോലെ എഴുതുക, 3a അതുപോലെ എഴുതുക. പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയതാ 0.2 ആണ്, അത് kg. ഓക്കെ, അടുത്തത് 3 kg 250 ഗ്രാം. 3 kg 250 ഗ്രാമാണ്. മറ്റേത് 200 ഗ്രാമാണ്. ഇത് 250 ഗ്രാമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ 3 kgയെ 3 എന്ന് എഴുതുക, 250/1000 എന്ന് എഴുതുക. ഈ 1000 ഗ്രാമും കിലോഗ്രാമും ഒക്കെ 1000-ലാണ് ചെയ്യേണ്ടത് കേട്ടോ. സെൻറ്റിമീറ്റർ മീറ്റർ 100 വെച്ചാണ്. ആ ഒരു ക്ലൂ അറിയാമെങ്കിൽ നമുക്ക് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇപ്പോൾ നോക്കിയേ, 250/1000. നമ്മൾ ഈ രണ്ടാമത് കിടക്കുന്ന ഇതിനെയാണ് ഈ കൺവേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സംഖ്യ എപ്പോഴും അതുപോലെ എഴുതുക. ഒരു 0 ഉണ്ട്, അപ്പോൾ അത് വെട്ടിക്കളയാം. ഇനി നോക്കിയേ, 25/100. 25നെ അതുപോലെ എഴുതുക. താഴെ 2 0 ഉണ്ട്, 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇത് ഒന്നാമത്തെ പാർട്ട് എൻ്റെ കണ്ടവർക്ക് ഇത് എളുപ്പമായിരിക്കും കേട്ടോ. എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി കുത്തിടാൻ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സംഖ്യ നമ്മുടെ 3 ആണ് അല്ലേ, 3 ആണ്. പിന്നെ ഇപ്പം നമുക്ക് കിട്ടിയത് 0.25 kg. ഓക്കെ, അടുത്തത് ഇപ്പം എത്ര വരെ ചെയ്തു? 250 വരെ അല്ലേ. ഇനി 3 kg, ആദ്യത്തെ എല്ലാം 4ൻ്റെ കേട്ടോ. ഇനി അടുത്ത 3 kg 25 ഗ്രാം. 3 kg 25 ഗ്രാമിൻ്റെ ആവും നിങ്ങൾ അടുത്ത് നോക്കണേ. 3 kg. അപ്പോൾ നമ്മൾ അതിനെ എഴുതണം 3 kg 25 ഗ്രാം, 3 എന്ന് എഴുതുക. 25 ഗ്രാമിനെയാണ് നമുക്ക് കിലോഗ്രാം ആക്കേണ്ടത്. അപ്പോൾ 1000 വെച്ച്, അപ്പോൾ 25/1000. 25/1000, 25നെ അതുപോലെ അങ്ങ് എഴുതുക. ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്താണോ വരുന്നത് എപ്പോഴും അത് അതുപോലെ എഴുതുക. താഴെ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി കുത്തിടുക. ഇവിടെ 3 0 ആയപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ 2 എണ്ണേ ഉള്ളൂ, 1 2 എണ്ണേ ഉള്ളൂ, അപ്പോൾ ഒരെണ്ണവും കൂടി ഇട്ടപ്പോൾ 3 ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് സംഖ്യ അതുപോലെ എഴുതുക, 3 ആണ്. പിന്നെ ഇപ്പോൾ കിട്ടിയത് ഏതാ? 0.025 ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി ഇത് kg ആണെങ്കിൽ kg എഴുതുക. ഓക്കെ, അപ്പോൾ 3ൻ്റെ അത്രയല്ലേ ഉള്ളൂ, എല്ലാം 3 എണ്ണം വെച്ചല്ലേ. ഇനി 30 ഉണ്ടല്ലേ, നോക്കില്ല. 30 kg 30 കിലോഗ്രാമും 250 ഗ്രാമും. 30 കിലോഗ്രാമും 30 കിലോ, 30 എന്ന് എഴുതുക. 250/1000 എഴുതുക അല്ലേ. 30 250/1000 എന്നേ അറിയാമല്ലോ, ഗ്രാമാണേ. ഇനി ആ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. 250/1000. 0 വല്ലതും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം, ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 25/100 ആണ്. 25നെ അതുപോലെ എഴുതുക.
100 2 പൂജ്യമാണ്. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ എങ്ങനെയാ 30.25 kg. അപ്പോൾ 3ൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത 10ൻ്റെ അടുത്ത് നോക്കണേ കുഞ്ഞുങ്ങളെ. 10 ലിറ്റർ 750 മില്ലി ലിറ്റർ ml കേട്ടോ. 10 ലിറ്ററും 700. അതെങ്ങനെ എഴുതും? 10 750 അല്ലേ, 750 ലിറ്ററും മില്ലി ലിറ്ററും ഒക്കെ 1000 കേട്ടോ. 1000 നമ്മളിപ്പോൾ ഗ്രാം കിലോഗ്രാം 1000 വെച്ച് ചെയ്യണം. മീറ്റർ സെൻറ്റിമീറ്റർ ഒക്കെ വരുമ്പോൾ 100 വെച്ച് ചെയ്യണം. ഇത് അങ്ങനെ പറഞ്ഞാൽ തെറ്റാ, എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 10 ലിറ്റർ 10നെ അതുപോലെ എഴുതുക. 700 മില്ലി ലിറ്ററിനെയാണ് നമുക്ക് ലിറ്റർ ആക്കേണ്ടത്. 750/1000 അല്ലേ. അപ്പോൾ 750/1000നെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 0 പോയി, ബാക്കി 75. അത് നമ്മൾ എങ്ങനെ എഴുതും? 75നെ അതുപോലെ എഴുതുക. ഇവിടെ 2 0 ഉണ്ട്, 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ നമ്മൾ 10 ലിറ്റർ 10നെ അതുപോലെ എഴുതുക. പിന്നെ എത്ര വന്നു? 0.75 ലിറ്റർ. മനസ്സിലാക്കണേ കേട്ടോ. അടുത്ത 10 ലിറ്റർ 775 ആയാൽ എങ്ങനെയാണ്? 75 ml വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മറ്റേത് 750 ഇത് 75. എങ്ങനെ എഴുതും? 10 75/100 1000 മില്ലി ലിറ്റർ 1000 അല്ലേ. 75/1000 എങ്ങനെ എഴുതും? 75/1000. ഇതിനകത്ത് ഈ വെട്ടാൻ 0 ഒന്നുമില്ല, മേളിലും താഴെയും 0 ഇല്ലെങ്കിൽ മേളിൽ തന്ന സംഖ്യ അതുപോലെ എഴുതുക. ഇവിടെ 3 0 ആയപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിടണം. 1 2 3 സ്ഥാനം മാറ്റി കുത്തിട്ടു കണ്ടോ. അപ്പോൾ 10 എന്നുള്ളതിനെ അതുപോലെ എഴുതുക. 0.075 ലിറ്റർ. ഇതെല്ലാം നടി എഴുതിയേക്കുന്നതെല്ലാം എന്താ കുഞ്ഞുങ്ങളെ, ഞാനതിൻ്റെ എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങളത് എഴുതണ്ട, മറ്റേത് എഴുതിയാൽ മതി. ഇനി ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി ഉണ്ടല്ലോ, 2 എണ്ണം കൂടെ ഉണ്ടല്ലേ. 10 ലിറ്റർ 705 കാണാൻ പറ്റുന്നില്ല, ഇത്രയും അങ്ങ് സൂമായോ. 705 ml 10 ലിറ്ററും 705 ml. അപ്പോൾ 10നെ നമ്മൾ അതുപോലെ എഴുതുക. 705/1000 ml ലിറ്ററും ഒക്കെ 1000 വന്നേ. ഇനി 705നെ നമ്മൾ 1000 കൊണ്ട് കൺവേർട്ട് ചെയ്യുക, അല്ല ഡിവൈഡ് ചെയ്യുക. നോക്കി 705നെ അതുപോലെ എഴുതുക. 0 ഇടയ്ക്ക് കിടപ്പുണ്ടെന്ന് വിചാരിച്ച് വെട്ടിയൊന്നും കളയല്ലേ. 3 സ്ഥാനം 3 0 ഉണ്ട്, 3 സ്ഥാനം 1 2 3 സ്ഥാനം മാറ്റി കുത്തിട്ടു. 10നെ അതുപോലെ എഴുതുക. 0.705 എന്തുവാ? ലിറ്റർ കേട്ടോ. അടുത്തത് 100 ലാസ്റ്റിലത്തെ 100 ലിറ്റർ 750 മില്ലി ലിറ്റർ അല്ലേ. മില്ലി ലിറ്റർ അതും അതുപോലെ എഴുതുക കുഞ്ഞുങ്ങളെ. 100നെ അതുപോലെ എഴുതുക. 750 ലിറ്റർ അല്ലേ. അപ്പോൾ 1000 750/1000 0 വെട്ടിപ്പോവും. ബാക്കി 75/100. 75നെ അതുപോലെ എഴുതുക. 2 0 ഉണ്ട്, 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. അപ്പോൾ ഇവിടെ 100 ആണ്. 100 എഴുതുക. 0.75 എന്തായിരിക്കും? ലിറ്റർ. ലിറ്ററിലെ ചോദ്യം, ലിറ്റർ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതാണ് നമ്മുടെ ആൻസർ. ഞാൻ ഒന്നുകൂടെ സൂം ഇത് കാണിക്കാം നിങ്ങൾക്കപ്പോൾ. കണ്ടോ, ഇത്രയാവും നിങ്ങളെ ആൻസർ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. ഇനി അടുത്ത പേജിൽ നമുക്ക് അടുത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് പാർട്ട് 3 ഓരോന്ന് മനസ്സിലാക്കി പോണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.